പുളിയൊന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ എങ്ങനെ ക്യാരറ്റ് കാബേജ് തോരൻ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ കാബേജ് കുറച്ച് വിനാഗിരിയും ഉപ്പും ചേർത്ത വെള്ളത്തിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ക്യാരറ്റും കൂടെ ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളകും മുറിച്ച് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും കഴുകിയത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ട് അതിലേക്ക് നമുക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റും കാബേജും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുത്താൽ മതി. തീരെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ക്യാരറ്റും കാബേജും മുറിക്കുന്ന സമയത്തായാലും തീരെ വെള്ളമില്ലാതെ മുറിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് നമുക്കിതിലേക്ക് ചിരകി വെച്ചിട്ടുള്ള കുറച്ച് തേങ്ങ കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ക്യാരറ്റും കാബേജും ചേർത്ത തോരൻ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുമല്ലോ. വീണ്ടും നല്ല വീഡിയോസായിട്ട് വരാം. അതുവരെ ബൈ, ടേക്ക് കെയർ.